പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ പ്രീതിമക്കളെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിനെ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. നോക്കൂ, നാം മടുത്തു പോകുന്നത് കൂടുതലായും പ്രാർത്ഥനയുടെ കാര്യത്തിലാണ്. കാരണം മാറ്റിവെക്കുവാൻ പറ്റുന്നത് ഈ പ്രാർത്ഥന മാത്രമാണ്. ബാക്കി ഏതു കാര്യവും എത്ര സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കി നാം ചെയ്യും. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും സമയം ലഭിച്ചാലും അത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അത് നമ്മളങ്ങ് മാറ്റിവെക്കും. പിന്നീടാകട്ടെ. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, മടുത്തു പോകുവാൻ അല്ലെങ്കിൽ മാറ്റിവെക്കുവാൻ പറ്റുന്നത് പ്രാർത്ഥന എന്നൊരു ശുശ്രൂഷ മാത്രമായി ഇവിടെ. പക്ഷേ അത് മാറ്റിവെക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഏതെല്ലാമെന്ന് നാം തിരിച്ചറിയണം. അതിനാലാ ഇവിടെ പറഞ്ഞത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളത്. നോക്കൂ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തില് അതിന്റെ 2 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന്, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. പ്രീതി മക്കളെ, നോക്കൂ, ഇവിടുത്തെ ഉപമയിലെ വിധവ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് അവനെ അസഖ്യമാക്കും വിധം അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, കുറെ കാലത്തേക്ക് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ വിധവ ആ കഠിന ഹൃദയനായ അനീതിയുള്ള ന്യായാധിപന്റെ മനസ്സു മാറ്റുവാൻ ഇടയായി തീർന്നു. പ്രീതി മക്കളെ, നോക്കൂ, ഇനിയും സാധിക്കത്തില്ല, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കാര്യത്തിൽ ഹല്ലേലൂയ, നോക്കൂ, ഇവിടെ നമുക്ക് സാധിക്കും. ഏത് കാര്യവും ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. നോക്ക്, ഇവള് മടുത്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ കാര്യം സാധിക്കയില്ലായിരുന്നു. പ്രിയ മക്കളെ, രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ മക്കളുടെ കാര്യത്തിൽ ദൈവം ഇടപെടും. അവന് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. നാം മടുത്തു പോകരുത്. നാം ദൈവം മുമ്പാകെ മുട്ടുകുത്തുക, അപ്പനോട് ചോദിക്കുക. നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത് നമ്മുടെ അപ്പന്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ട് റോമർക്കെതിരെ ലേഖനം 12:11 പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ മടുപ്പില്ലാതെ ദൈവസന്നിധി നമ്മൾ മുഴങ്കാൽ മടക്കണം. ഹല്ലേലൂയ. നോക്കൂ, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് പത്രോസും കൂടെയുള്ളവർ ഉറക്കത്തിൽ ഭാരപ്പെട്ടിരുന്നു. നോക്ക്, ഇവിടുന്ന് കേശു കർത്താവ് പ്രാർത്ഥിപ്പാൻ ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അവർക്ക് ഉറക്കമാ മുന്നിൽ നിന്നത്. പലപ്പോഴും ഹല്ലേലൂയ, നാമും ഇതുപോലെ പല കാര്യങ്ങളുടെ മുന്നിൽ ഉറക്കത്തിൽ ഭാരപ്പെട്ടിരിക്കും. നോക്കൂ, ഇന്ന് പലരും ഹല്ലേലൂയ ഇതുപോലെയാ ഉറങ്ങിയിരിക്കുക. അതായത് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴാ ചിലർക്കെല്ലാം ഉറക്കം വരുന്നത്. അല്ലാതെ മറ്റുള്ള ഏത് കാര്യത്തിനും എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഇരിക്കും. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരും.
ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 45-46 വാക്യത്തില് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റു പ്രാർത്ഥിപ്പീൻ. പ്രിയ മക്കളെ, പല പരീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നില്ല. നാം ഉറങ്ങിക്കൊണ്ടിരിക്കുക. ദൈവസന്നിധി പ്രിയ മക്കളെ നമുക്ക് പലതും മുന്നോടിയായിട്ട് കാണിച്ചു തരും. പക്ഷെ അത് നാം മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റു പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നിന്ന് ജയം തരും. ഹല്ലേലൂയ. അതിൽ വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ അല്പസമയം ഒന്ന് മാറ്റിവെക്കാമോ? അതുകൊണ്ട് ഗലാത്യർക്കെതിരെ ലേഖനം 6:1 പറയുന്നുണ്ട്, നന്മ ചെയ്യുക നാം മടുത്തുപോകരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ദൈവസന്നിധിയിൽ മടുപ്പില്ലാതെ ഏത് കാര്യം നമ്മെ ഏൽപ്പിച്ചോ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. അതായത് ഈ വിധവയെ അതുപോലെ മടുത്തു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ ഹല്ലേലൂയ ആ ന്യായാധിപൻ ഒരിക്കലും അവരുടെ കാര്യത്തിൽ ഇടപെടുകയോ കാര്യം സാധിപ്പിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ മുട്ടേണ്ടവന്റെ അടുക്കൽ ചെന്ന് മുട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുവാൻ നമ്മുടെ അപ്പച്ചൻ ഹല്ലേലൂയ ഇന്നും ഒരുക്കത്തോടെ ഇരിക്കുക. ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ, അപ്പന്റെ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിപ്പാൻ നിങ്ങളൊന്ന് സമയം കൊടുക്കാമോ? നിങ്ങളൊന്ന് സമയം വേർതിരിക്കാമോ? അപ്പന്റെ പാദപീഠത്തിലൊന്ന് ഇരിക്കാമോ? അപ്പനോടൊന്ന് ചോദിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? പ്രിയ മക്കളെ, അങ്ങനെയുള്ളവരെ കർത്താപ്പച്ചൻ ഒരിക്കലും കൈവിടുകയില്ല. ചേർത്തു പിടിക്കുന്ന അപ്പന്റെ കരം നമ്മോട് കൂടെ ഉണ്ട്. വലം കൈക്ക് പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കും. ഏത് വിഷയത്തിൽ നിങ്ങൾ താണു വീണു പോയോ അവിടെ നിന്ന് ഉയർത്തുവാൻ ദൈവമാ കൂടെയുള്ളത്. നമ്മുടെ അപ്പൻ വിശ്വസ്തനാ, നമ്മോട് കൂടെയിരിക്കും. നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ അപ്പന്റെ പാദപീഠത്തിൽ അപ്പനോട് നമ്മുടെ കാര്യങ്ങൾ പറയാം. അവിടുന്ന് വിടുതൽ പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അപ്പച്ചന്റെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഓരോരുത്തരും ദൈവം ഒരുക്കണമേ. തട്ടി ഉണർത്തണം കർത്താവേ. ഹല്ലേലൂയ. ദൈവസന്നിധി കഴിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി കാണുവാൻ എൻ്റെ ദൈവം എനിക്ക് വലിയവ ചെയ്തുവെന്ന് ഓരോ മക്കളും പറയുവാൻ, സാക്ഷ്യം പറയുവാൻ ദൈവമേ ഇടയാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം. കർത്താവ് വരും. ഹല്ലേലൂയ. അവൻ നമുക്കായി നമ്മെ കാത്തിരിക്കുക. നാം ഒന്ന് ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ എങ്കിൽ അപ്പൻ നമ്മളെ ചേർക്കും. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.